ഒരു ഷീറ്റ് റൂഫിന് പുറത്ത് ഒരു സോളാർ പവർ പ്ലാന്റ് എങ്ങനെ മികച്ച രീതിയിൽ ഇൻസ്റ്റോൾ ചെയ്യാൻ സാധിക്കും എന്നത് ഈ വീഡിയോയിലൂടെ നമുക്കിന്ന് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത് ഒരു ഷീറ്റ് റൂഫിലേക്ക് കയറാനുള്ള ഒരു ആക്സസ് ആണ്. അത് വളരെ നല്ലൊരു പ്രോപ്പർ ആക്സസ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു സ്റ്റെയർ കേസ് മോഡൽ ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത ഒരു ആക്സസ്സാണ് നമ്മൾ മുകളിലേക്ക് കൊടുത്തേക്കുന്നത്. മിക്കപ്പോഴും നമ്മൾ ഈ ഷീറ്റ് റൂഫിൻ്റെ പുറത്തൊക്കെ വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിൽ അവിടേക്കുള്ള ആക്സസ് നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഇവിടെ അതിൻ്റെ മുകളിലോട്ട് നമ്മളൊരു ലാഡർ വെച്ചിട്ട് മുകളിൽ ഒരു ലാൻഡിങ് കൊടുത്ത് ആ ലാൻഡിങ്ങിലേക്ക് ഒരു നല്ലൊരു ആക്സസ് കൊടുത്തേക്കുവാണ് ഇവിടെ. അത് ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് നല്ല സേഫ്റ്റിയോടുകൂടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഉണ്ടോ, സൈഡ് ഹാൻഡ് റെയിലൊക്കെ വളരെ പ്രോപ്പറായിട്ടാണ് കൊടുത്തേക്കുന്നത്. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ഷീറ്റ് റൂഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം പാനലുകൾ വെക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പാനലും ക്ലീൻ ചെയ്യാനുള്ള പാസേജ് ഇടയ്ക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് വളരെ സ്റ്റെബിലിറ്റി ഉണ്ട്, നമുക്ക് അനക്കമൊന്നുമില്ല, ഇല്ലെങ്കിൽ വെയിറ്റ് കയറിയില്ല, നടക്കുമ്പോഴുള്ള സ്റ്റെബിലിറ്റി കുറവൊന്നുമില്ല. വളരെ നല്ല രീതിയിലാണ് ഇവിടെ ഈ പാനൽ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ഈ ഷീറ്റ് നമ്മൾ മാക്സിമം ഹോൾ ചെയ്യാതെ തന്നെയാണ് ഈ ഒരു പവർ പ്ലാന്റ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു മൊത്തത്തിൽ 20 കിലോ വാട്ട് വരുന്ന ഒരു പവർ പ്ലാന്റാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളെപ്പോഴും ഒരു ഷീറ്റ് റൂഫിൻ്റെ പുറത്ത് ഒരു സോളാർ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു മികച്ച രീതിയിലുള്ള ഒരു ക്ലീനിങ് സംവിധാനം നമ്മൾ വേണം. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് GI പൈപ്പ് വെച്ചിട്ടുള്ള പാസേജും സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു C ചാനലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, C ചാനലാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഗാൽവനൈസറാണ്, എപ്പോക്സി ഒന്നും അടിക്കേണ്ട ആവശ്യകതയില്ല.